നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. പെർസെൻറ്റേജ്. പെർസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? പെർസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ പെർസെന്റ് എന്ന് പറഞ്ഞാൽ പെർ 100 എന്നാണ്. പെർ 100 എന്നാണ്. 100ൽ എത്ര എന്നുള്ളതാണ് പെർസെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഏതാ? ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് പെർസെന്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എഴുതും. എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാ? എക്സ് ബൈ 100 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ 100ൽ എത്ര എന്നുള്ളതാണ് പെർ 100. പെർസെന്റ് എന്ന് പറയുന്നത് പെർ 100. അപ്പം എക്സ് 100 എന്ന് പറഞ്ഞാൽ എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഹൺഡ്രഡ്സ് എന്നാണ്. 100ൽ എത്ര എന്നുള്ളത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഇങ്ങനെയാണ്. എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് ബൈ 100 എന്ന് എഴുതും. അപ്പൊ നമ്മൾ ഒരു പെർസെന്റേജിനെ നമുക്ക് ഒരു ഫ്രാക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പെർസെന്റേജിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 100 ചെയ്യും. ഡിവൈഡഡ് ബൈ 100 ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കിയേ, 25%. ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 25 ബൈ 100 ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വരും? 1/4 എന്ന് കിട്ടും. അപ്പൊ ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 100 ചെയ്ത് നമുക്ക് 1/4 എന്ന് കിട്ടി. നേരെ തിരിച്ച് ഒരു ഫ്രാക്ഷനെ തിരിച്ച് പെർസെന്റേജ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അതിനെ നമുക്ക് പെർസെന്റേജ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇൻറ്റു 100 ചെയ്യും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50% എന്ന് കിട്ടും. 50% കിട്ടും. ഒരു പെർസെന്റേജിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 100 ചെയ്യും. അതേപോലെ ഒരു ഫ്രാക്ഷനെ നമുക്ക് തിരിച്ച് പെർസെന്റേജ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 100 ചെയ്യും. ഓക്കെ, അടുത്ത ഒരു നോട്ട് പോലെ എഴുതിക്കോ. ഇഫ് എ സർട്ടൺ വാല്യൂ പി increases by x percentage, then the increased value equals 100 plus x percentage of p. 100 plus x percentage of p. And the എഴുതിക്കോ. If a certain value p decreases by x percentage, then the decreased value equals 100 minus x percentage of p. 100 minus x percentage of p. ഒന്നുകൂടെ വായിക്കാതെ. If a certain value p increases by x percentage, then increased value equals 100 plus x percentage of p. If a certain value p decreases, കുറയുവാണെങ്കിൽ, the decreased value equals 100 minus x percentage of p. Okay. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ സപ്പോസ് ഒരു വാല്യൂ 10% ഇൻക്രീസ് ചെയ്തെന്ന് പറയുകയാണ്. ഒരു വാല്യൂ 10% ഇൻക്രീസ് ചെയ്തെന്ന് പറയാം. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം? 100 അത് കൂട്ടുക. 110% ആ വാല്യൂവിന്റെ കണ്ടുപിടിച്ചാൽ മതി. 110% ആ വാല്യൂവിന്റെ കണ്ടുപിടിച്ചാൽ മതി. അതേപോലെ ഇപ്പൊ പറയുവാണ് 20% ഒരു വാല്യൂ കുറഞ്ഞു എന്ന് പറയുക. 20% ഒരു വാല്യൂ കുറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? 100 minus 20, 80% ഓഫ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അടുത്തായിരിക്കും ഒരു നോട്ട് പോലെ. Let the population be p now. Suppose it increases at r percentage per annum. Then population after n years. Equals p into 1 plus r by 100 to the power n. ഒന്നുകൂടെ വായിക്കാം. Let the population be p now. Suppose it increases at r percentage per annum. And the population after n years equals p into 1 plus r by 100 to the power n. ഇപ്പോഴത്തെ പോപ്പുലേഷൻ നമുക്കറിയാം, അത് ഇത്ര ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കും ഓരോ വർഷവും. അപ്പൊ n ഇയേഴ്സ് കഴിയുമ്പോൾ എത്ര എന്നുള്ളതിന്റെ ഫോർമുലയാണ് p into 1 plus r by 100 to the power n. ഇപ്പൊ പോപ്പുലേഷൻ കുറയുവാണ്, പോപ്പുലേഷൻ കൂടിക്കൂടിയാണ് പോകുന്നത്. അപ്പോൾ പോപ്പുലേഷൻ കുറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെപ്പാടെ വ്യത്യാസം വരുന്നത് ഈ പ്ലസ് സൈന് പകരം മൈനസ് ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കും, ഡിക്രീസ് ആണെങ്കിൽ എന്ത് വരും? മൈനസ് ഇട്ട് കൊടുക്കും. ഓക്കെ, അടുത്ത a is what percentage of b? Express a as a percent of b. What percent of b is a? ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുവാണ് ഇതിന്റെ ആൻസർ എന്താ? എ എന്ന് പറയുന്നത് ബിയുടെ എത്ര ശതമാനമാണ്? എ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് ബി. എക്സ്പ്രസ് എ ആസ് എ പെർസെന്റേജ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ വാട്ട് പെർസെന്റേജ് ഓഫ് ബി, ബിയുടെ എത്ര ശതമാനമാണ്. പല രീതിയിൽ ഒരു സാധനം തന്നെ എഴുതിയേക്കുന്നതാണ്. ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്ത് വരും? നമ്മുടെ ആൻസർ എ ബൈ ബി ഇൻറ്റു 100 എന്ന് വരും. എ ബൈ ബി ഇൻറ്റു 100% വരും. ഓക്കെ, നമ്മൾ എങ്ങനെ അത് ഓർത്തിരിക്കേണ്ടത്? ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. എന്താണ്? ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പൊ എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി. അപ്പൊ ഓഫ് കഴിഞ്ഞ് വന്നേക്കുന്ന ഏതാ? ബി ആണ്. അപ്പൊ അത് ഡിനോമിനേറ്ററിൽ വന്നു. എക്സ്പ്രസ് എ ആസ് എ പെർസെന്റേജ് ഓഫ് ബി. ഓഫ് കഴിഞ്ഞ് വന്നേക്കുന്ന ഏതൊന്നും ഡിനോമിനേറ്ററിൽ വന്നു. വാട്ട് പെർസെന്റേജ് ഓഫ് ബി ഇസ് എ. അപ്പൊ ഓഫ് കഴിഞ്ഞ് വന്നേക്കുന്ന ഏതാ? ബി ആണ്. അപ്പൊ നമ്മൾ അത് വഴി എഴുതി ഡിനോമിനേറ്ററിൽ എഴുതി. അപ്പൊ
എ ബൈ ബി ഇൻറ്റു 100. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാണ് എ, ഓഫ് കഴിഞ്ഞ് വരുന്നതാണ് ബി. അപ്പൊ എ എന്ന് പറഞ്ഞ ആൻസർ ന്യൂമറേറ്ററിലും വരും. ഓർത്ത് വെക്കേണ്ട എങ്ങനെയാണ്, ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ഏതാണോ അത് ഡിനോമിനേറ്റർ. അപ്പൊ എ ബൈ ബി ഇൻറ്റു 100% ഉണ്ട്. നമ്മുടെ എക്സാമ്പിൾസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത എ ഈസ് വാട്ട് പെർസെന്റ് മോർ ദാൻ ബി. എ ഈസ് വാട്ട് പെർസെന്റ് മോർ ദാൻ ബി. ബി ഈസ് വാട്ട് പെർസെന്റ് ലെസ് ദാൻ എ. ഇതെങ്ങനെ വരും? എ ഈസ് വാട്ട് പെർസെന്റ് മോർ ദാൻ ബി. ബിയെക്കാട്ടിൽ എത്ര ശതമാനമാണ് എ കൂടുതൽ? ബി ഈസ് വാട്ട് പെർസെന്റ് ലെസ് ദാൻ എ. എക്കാട്ടിൽ എത്ര ശതമാനമാണ് ബി കുറവ്? ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പൊ ഇത് വരുമ്പോൾ നമ്മൾ എന്ത് വരും? ദാൻ കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. നേരത്തെ എന്തായിരുന്നു? ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ആയിരുന്നു ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇപ്പൊ എന്ത് വരും? ദാൻ കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പൊ എന്ത് വരും? ന്യൂമറേറ്ററിൽ എപ്പോഴും അതിന്റെ ഡിഫറൻസും ദാൻ കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും എന്ത് ന്യൂമറേറ്ററിലും വരുന്നത്. അങ്ങനെയാണ് ഇതിവിടെ എന്ത് വരും? ബി ഈസ് വാട്ട് പെർസെന്റ് ലെസ് ദാൻ എ. ദാൻ കഴിഞ്ഞ് വന്നേക്കുന്ന ഏതാ? എ ആണ്. എ ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിൽ എന്തായിരിക്കും വരുന്നത്? ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം എ ആണ് വലുത്. അപ്പം ഡിഫറൻസ് എന്താ? എ മൈനസ് ബി ഇൻറ്റു 100%. ഓക്കെ, അപ്പൊ എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി എന്ന് വരുന്നുണ്ട്. ഓഫ് കഴിഞ്ഞ് വരുന്ന ടൈം ഡിനോമിനേറ്റർ. അപ്പൊ എ ബൈ ബി ഇൻറ്റു 100. എ ഈസ് വാട്ട് പെർസെന്റ് മോർ ദാൻ ബി എന്ന് പറയുന്ന ഉടനെ എന്ത് വരും? ന്യൂമറേറ്ററിൽ അതിന്റെ ഡിഫറൻസ്, ഡിനോമിനേറ്ററിൽ ദാൻ കഴിഞ്ഞ് വരുന്ന ടേമും ആയിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ, അടുത്തത് നെക്സ്റ്റ് നോക്കിയേ. എക്സ് പെർസെന്റേജ് ഓഫ് വൈ ഈക്വൽ ടു വൈ പെർസെന്റേജ് ഓഫ് എക്സ്. ഇത് ശരിയാണോ? എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പെർസെന്റേജ് ഓഫ് എക്സ് ആണോ? നോക്കിയേ, എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പെർസെന്റേജ് ഓഫ് എക്സ് ആണോ? എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കിയേ, 10% ഓഫ് 20 എന്ന് പറയുന്നത് 20% ഓഫ് 10 ആണോ? അങ്ങനെ നോക്കിയാൽ പോലെ. അപ്പം 20ന്റെ 10%. 20ന്റെ 10% എത്രയാണ്? നമ്മൾ എങ്ങനെ എഴുതുന്നത്? 10/100 ഇൻറ്റു 20. ഇപ്പൊ എന്ത് വരും? 0 പോയി 2 പോയി 2 എന്ന് കിട്ടി. ഇവിടെ 20% ഓഫ് 10. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അതായത് 2 = 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പെർസെന്റേജ് ഓഫ് എക്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പെർസെന്റേജ് ഓഫ് എക്സ് ആണ്. ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചാണ് ഈ 10% 10/100 ഇൻറ്റു 20 എന്നുള്ളത്. ഒരു സാധനത്തിന്റെ 10% കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നേരെ ഒരു സാധനത്തിന്റെ 10% കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നേരെ എന്ത് ചെയ്താൽ മതി? ഒരു ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി, 2 ആയിരിക്കും. വേറെ എക്സാമ്പിൾ നോക്കിയാൽ 10% ഓഫ് 98. ഇതിന്റെ എത്ര ആയിരിക്കും? 9.8 ആയിരിക്കും. ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പൊ 10% ഓഫ് 120 എത്ര? 12 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതെ 20% ഓഫ് 10. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. അപ്പൊ 20 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 എന്ന് വരും. അപ്പൊ അങ്ങനെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ഇതായതുകൊണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കുക. എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പെർസെന്റേജ് ഓഫ് എക്സ് ആണ്. അപ്പൊ അത് അതിന്റെ യൂസ് എവിടെ വരുന്നത്? അതിന്റെ ആപ്ലിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അത് അതിന്റെ യൂസ് എവിടെ വരും നോക്കിയേ. അപ്പൊ നമ്മൾ എടുത്ത് ഒരു സിംപ്ലിഫിക്കേഷൻ ആകത്ത് 49% ഓഫ് 10 എന്ന് കണ്ടുപിടിക്കാനുണ്ടെന്ന് വിചാരിച്ചു. 49% ഓഫ് 10. ഇത് കാണുന്നുണ്ട്, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെങ്കിൽ നോക്കി 49% ഓഫ് 10 എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ? വൈ പെർസെന്റേജ് ഓഫ് എക്സ് ആണ്. അപ്പൊ 10% ഓഫ് 49 ആണ്. നമുക്ക് നേരെ എന്ത് എഴുതാം? 4.9 എന്ന് എഴുതാം. മനസ്സിലായി? അപ്പം അതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് പെർസെന്റേജ് ഓഫ് വൈ എന്ന് പറയുന്നതാണ് വൈ പെർസെന്റേജ് ഓഫ് എക്സും സെയിം ആണ്. 49% ഓഫ് 10 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 49ന്റെ 10% കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4.9 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഒരു നോട്ട് പോലെ എഴുതിക്കോ. When the value of an object is first changed by a percentage, and then changed by b percentage, then the net effect is a plus b plus ab by 100%. a plus b plus ab by 100%. When the value of an object is first changed by a percentage and then changed by b percentage, then the net effect is a plus b plus ab by 100%. Okay, increase is represented by a positive sign. Decrease is represented by a negative sign. And the value is first increased by a percentage. And then decreased by a percentage. Then the net effect is എന്ത് വരും? നമ്മൾ പറഞ്ഞ ഒരു വാല്യൂ ആദ്യം a പെർസെന്റേജ് കൂടി അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു,
പിന്നെ ബി പെർസെന്റേജ് ഇൻക്രീസ് ചെയ്താൽ നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100% ആണ് നമ്മൾ പറഞ്ഞു. ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം പ്ലസ് ഇട്ട് കൊടുക്കും, ഡിക്രീസ് ആണെങ്കിൽ മൈനസും ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്താ ടിപ്പിക്കൽ കേസ് പോലെ പറഞ്ഞേക്കുന്നത്, ഒരു വാല്യൂ ആദ്യം എ പെർസെന്റേജ് കൂടി പിന്നെ എ പെർസെന്റേജ് കുറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം എ പെർസെന്റേജ് കൂടിയാണ് പ്ലസ് തന്നെ ഇട്ട് കൊടുക്കുക, പിന്നെ എ പെർസെന്റേജ് കുറഞ്ഞുകൊണ്ട് മൈനസ് എ എന്ന് കൊടുത്തു. പ്ലസ് എ ഇൻറ്റു മൈനസ് എ ബൈ 100 എന്ന് കിട്ടും. അപ്പൊ എയും പോയി എന്ത് വരും, മൈനസ് എ സ്ക്വയർ ബൈ 100% എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ എഴുതിക്ക്, നെറ്റ് എഫക്ട് ഇസ് എ ഡിക്രീസ് ഓഫ് എ സ്ക്വയർ ബൈ 100%. ഡിക്രീസ് ഓഫ് എ സ്ക്വയർ ബൈ 100%. അത് മൊത്തം ഒന്നുകൂടെ പറയാം. the value of an object is first changed by a percentage and then changed by b percentage, then the net effect is a plus b plus ab by 100%. Increase is represented by a positive sign and decrease is represented by a negative sign. Typical case pole, and the value is first increased by a percentage and then decreased by a percentage, then the net effect is a decrease of a square by 100%. a square by 100%. ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആണ്. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100% എന്നുള്ള നെറ്റ് എഫക്ട് ഇത് നമുക്ക് പല ആപ്ലിക്കേഷനും വരും. അത് ഒരിക്കലും മറക്കല്ല, എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100%. അതേപോലെ തന്നെയാണ് എക്സ് പെർസെന്റ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ പെർസെന്റ് ഓഫ് എക്സ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എന്താ നോക്കിയത്, പോപ്പുലേഷൻ ഇപ്പൊ പി ആണെങ്കിൽ R% വെച്ചാണ് കൂടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ n ഇയേഴ്സ് കഴിയുമ്പോൾ പോപ്പുലേഷൻ എന്ത് വരും, പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ n. അതേപോലെ ഒരു വാല്യൂ X% കൂടി, അങ്ങനെയാണെങ്കിൽ 100 പ്ലസ് X% ഓഫ് പി എന്ന് എഴുതും. ഒരു വാല്യൂ X% കുറഞ്ഞു, 100 അത് കുറയ്ക്കുക, 100 മൈനസ് X% ഓഫ് പി എന്ന് പറഞ്ഞ് ചെയ്യും. ഓക്കെ, ഇനി കുറച്ച് വാല്യൂസ് നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കണം. ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കുന്നത് ഇത് കൂടെ എഴുതി പോക്കോ. 1/4 എന്ന് പറയുന്നത് 25%, 1/5 എന്ന് പറയുന്നത് 20%, 1/6 എന്ന് പറയുന്നത് 16.66%, 1/7 എന്ന് പറയുന്നത് 14.28%, 1/8 എന്ന് പറയുന്നത് 12.5%, 1/9 എന്ന് പറയുന്നത് 11.11%, 1/10 എന്ന് പറയുന്നത് 10%. അപ്പൊ ഒരു ഫ്രാക്ഷനും പെർസെന്റേജിന്റെ കൺവേർഷൻ ആണ്. അപ്പൊ ഇത്രയും ബൈഹാർട്ടായിട്ട് പഠിക്കുക. ഓക്കെ, 1 എന്ന് പറയുന്നത് ഫുൾ ആണ് 100%, 1/2 ഹാഫ് 50%, 1/3 എന്ന് പറയുമ്പോൾ എത്രയാ 33.33%, 1/4 എന്ന് പറയുന്നത് 25%, 1/5 എന്ന് പറയുന്നത് 20%, 1/6 എന്ന് പറയുന്നത് 16.66%, 1/7 എന്ന് പറയുന്നത് 14.28%, 1/8 എന്ന് പറയുന്നത് 12.5%, 1/9 എന്ന് പറയുന്നത് 11.11%, 1/10 എന്ന് പറയുന്നത് 10%. ഇത് മാത്രമല്ല, ഇതിന്റെ മൾട്ടിപ്പിൾസും പഠിച്ചിരിക്കുക. അതായത് ഇപ്പം 1/3 അറിയാമെങ്കിൽ 2/3 എത്രയായിരിക്കും, 1/3 എന്ന് പറയുന്നത് 33.33 ആണ്. അപ്പൊ 2/3 എത്ര വരും, 66.66 എന്ന് വരും. അതേപോലെ 1/4 എന്ന് പറയുന്നത് 25 ആണെങ്കിൽ 3/4 എന്ത് വരും, 1/4 25 ആണ്, 3/4 എത്ര, 3 ടൈംസ് 75%. അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞിരിക്കുക. ഇതെല്ലാം പഠിച്ചിരിക്കുക, ഇതിന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞിരിക്കുക. ഇതെവിടെയാണ് യൂസ് വരുന്നത്, നമുക്ക് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുവാണ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ അത് ഫൈൻഡ് 14.28% ഓഫ് 70. ഇത് കാണുന്നുണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, കുറെ ഓപ്ഷൻസും കാണും. 14.28% ഓഫ് 14.28% ഓഫ് 70 എങ്ങനെ കണ്ടുപിടിക്കും? 14.28% എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആക്കുന്നുള്ളത് 1/7 ആണ് നമുക്കറിയാം. അത് അറിയാന്നുണ്ടെങ്കിൽ 1/7 ഇൻറ്റു 70 നേരെ തന്നെ നമുക്ക് എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. വേറെ എക്സാമ്പിൾ നോക്കി 33.33% ഓഫ് 33. 33.33%. 33.33% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രാക്ഷൻ ആക്കുന്നത് 1/3 ആണ്. അപ്പൊ 33ന്റെ 1/3 എന്ന് പറയുമ്പോൾ എന്ത് വരും, 11 എന്ന് വരും. മനസ്സിലായി? അപ്പൊ അതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കുന്നത്, പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കുന്നത്. ഇത്രയും വാല്യൂസ് ബൈഹാർട്ടായിട്ട് പഠിക്കുക, ഇതിന്റെ മൾട്ടിപ്പിൾസ് ബൈഹാർട്ടായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഒന്നുകൂടെ നോക്കാം. പെർസെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പെർ 100. ഓക്കെ, 100ൽ എത്ര എന്നുള്ളതായിരുന്നു. ഓക്കെ, ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു, ഡിവൈഡഡ് ബൈ 100 ചെയ്യണമായിരുന്നു. ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ തിരിച്ച് പെർസെന്റേജ് ആക്കാനോ മൾട്ടിപ്ലൈ ബൈ 100 ചെയ്യണമായിരുന്നു. ഓക്കെ, ഒരു വാല്യൂ പി ഉണ്ട്, അത് X% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതും, 100 പ്ലസ് X% ഓഫ് പി എന്ന് എഴുതും. ഓക്കെ, ഡിക്രീസ് ചെയ്യുന്ന പറയുവാണെങ്കിലോ 100 മൈനസ് X% ഓഫ് പി എന്ന് എഴുതും. ഇതേപോലെ ഒരു പോപ്പുലേഷൻ ഇപ്പൊ പി ആണ്, അത് R% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ n ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയാണ് പോപ്പുലേഷൻ എന്നുള്ളത്, എന്തൊരു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ടു ദ പവർ n. ഇപ്പൊ സപ്പോസ് അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതെങ്കിൽ പി ഇൻറ്റു 1 മൈനസ് ആർ ബൈ 100 ടു ദ പവർ n എന്ന് വരും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കി എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി, വാട്ട് പെർസെന്റേജ് ഓഫ് ബി ഈസ് എ, എക്സ്പ്രസ് എ ആസ് എ പെർസെന്റേജ് ഓഫ് ബി. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്ത് എഴുതും, എ ബൈ ബി ഇൻറ്റു 100. അതായത് ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും എന്ത്, ഡിനോമിനേറ്ററിൽ വരുന്നത്. അതേപോലെ മോർ ദാൻ ലെസ് ദാന്റെ കേസ് വരുമ്പോൾ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും, അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. ഡിനോമിനേറ്ററിൽ ദാൻ കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ X% ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, y% ഓഫ് എക്സ് ആണ്. പിന്നെ ഒരു വാല്യൂ ആദ്യം A% ചേഞ്ച് ചെയ്തു,
പിന്നെ ബി പെർസെന്റേജ് ചേഞ്ച് ചെയ്താൽ നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100% ആണ്. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രാക്ഷൻസിനെ പെർസെന്റേജ് ആക്കുന്നതും പെർസെന്റേജിനെ ഫ്രാക്ഷൻസ് ആക്കുന്നതും എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/2 ഈസ് വാട്ട് പെർസെന്റ് ഓഫ് 1/3? 1/2 ഈസ് വാട്ട് പെർസെന്റ് ഓഫ് 1/3? 1/2 എന്ന് പറയുന്നത് 1/3യുടെ എത്ര ശതമാനമാണ്? എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി. അപ്പൊ എന്ത് വരും? എ ബൈ ബി ഇൻറ്റു 100% ആണ്. നമ്മൾ പഠിച്ചതാണത്. 1/2 ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു 100 എന്ന് വരും. അതായത് ഓഫ് കഴിഞ്ഞ് വരുന്ന ടൈം ആയിരിക്കും എന്ത് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പൊ ഇതെന്ത് വരും? 1/2 ഇൻറ്റു മേലോട്ട് പോകുന്നുണ്ടെ 3/1 എന്നാകും. നമുക്ക് എന്ത് കിട്ടും? 150% എന്ന് കിട്ടും. 150%. അതായത് ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴെല്ലാം ഒന്നുകൊണ്ട് പേടിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? ഓഫ് കഴിഞ്ഞ് വരുന്ന ടൈം ഡിനോമിനേറ്ററിൽ അന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ 1/2 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 1/3 എന്നായിരുന്നു. അപ്പം ഓഫ് കഴിഞ്ഞ് വന്ന ഏതാ? 1/3 ആണ്. അപ്പൊ അത് ഡിനോമിനേറ്ററിൽ എഴുതുക. 1/2 ബൈ 1/3 ഇൻറ്റു 100. അപ്പൊ നമ്മൾ 3/1 എന്നാകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 150%. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് പെർസെന്റ് ഇസ് ഇക്വലന്റ് ടു 3/8? 22 1/2%, 35 1/2%, 37 1/2%, 38 1/2%. ഇതൊരു ഫ്രാക്ഷൻ നമുക്ക് തന്നേക്കുവാ. 3/8 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അത് എത്ര പെർസെന്റേജ് ആണ് ചോദിച്ചേക്കുന്നത്? അത്ര ചോദിച്ചിട്ടുള്ളൂ. ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാ നമ്മൾ പഠിച്ചു? എങ്ങനെയാ ആക്കുന്നത്? ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഇതിനി 100 മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ പെർസെന്റേജ് എത്ര കണ്ടുപിടിക്കുക. പക്ഷെ നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താണ്? 1/8 എന്ന് പറയുന്നത് 12.5% ആണ് നമുക്കറിയാം. 1/8 എന്ന് പറയുന്നത് ആ ഫ്രാക്ഷൻ പെർസെന്റേജ് കൺവേർട്ട് ചെയ്യുന്ന നമ്മൾ ബയോട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. 1/8 എന്ന് പറയുന്നത് 12.5% ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 3/8 എത്ര? 12.5 ഇൻറ്റു 3. അപ്പൊ എത്ര വരും? 37.5% എന്ന് കിട്ടും. ഇതാണ് അത്രയും ബയോട്ടായിട്ട് പഠിച്ച യൂസ് എന്ന് പറയുന്നത്. നമുക്ക് സിംപ്ലിഫൈ പോലും ചെയ്യണ്ട. നമുക്ക് 37% എന്ന് കിട്ടും. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഒരു ഫ്രാക്ഷനെ പെർസെന്റേജ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. പക്ഷെ നമുക്ക് തന്നേക്കാൻ 3/8 ആണ്. അപ്പൊ 1/8 നമുക്കറിയാം 12 ആണ്. അപ്പൊ 3/8 എന്താ? 37 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി 37 എന്ന് കിട്ടും. ഓപ്ഷൻ സി 37. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എ നമ്പർ increased by 25% and the value of the original number decreased by 30% is 22. What is the original number? 40, 45, 35, 55. ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഒരു നമ്പർ ഉണ്ട്, അതിനെ 25% കൂട്ടി ആ നമ്പറിനെ തന്നെ 30% കുറച്ചു. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 22 ആണെങ്കിൽ ഒറിജിനൽ നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒറിജിനൽ നമ്പർ എത്രയാണ്? ഒറിജിനൽ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പർ 25% കൂട്ടി. 25% കൂട്ടിയാൽ നമുക്ക് നേരെ എന്ത് എഴുതാം? 125% അത് അല്ലേ? 25% കൂട്ടി എന്ന് പറഞ്ഞാൽ 100 പ്ലസ് എക്സ് പെർസെന്റേജ് ഓഫ് പി. 100 പ്ലസ് 25 125% ഓഫ് എക്സ്. ഓക്കെ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? വാല്യൂ ഓഫ് ദി ഒറിജിനൽ നമ്പർ ഡിക്രീസ്ഡ് ബൈ 30% കുറച്ചു. 30% കുറച്ചാൽ 100ന്റെ കൂടെ 30 കുറച്ചു 70%. 100 മൈനസ് എക്സ് പെർസെന്റേജ് ഓഫ് പി. അപ്പം 70% ഓഫ് എക്സ് എന്ന് കിട്ടി. ഇതിന്റെ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 22 തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഫറൻസ് 22 ആണ്. ഇതിന്റെ ഡിഫറൻസ് എത്ര വരും പെർസെന്റേജിലാണെങ്കിൽ? 55% ഓഫ് എക്സ് എന്ന് കിട്ടി. ഇത് 22 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി വാല്യൂ എന്താ? ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കുക. സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈസി അല്ലേക്ക്. ഇപ്പൊ എന്ത് വരും? 55/100 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 22. എക്സ് എന്ന് പറയുന്നത് 22 ഇൻറ്റു 100/55. അപ്പൊ എന്ത് വരും? 40% എന്ന് കിട്ടും. 40% എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ 40% എന്ന് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പർ ഉണ്ടായിരുന്നു, ആദ്യം അതിന് 25% കൂട്ടി. 25% കൂട്ടിയപ്പോൾ നമുക്ക് നേരെ എന്ത് എഴുതായിരുന്നു? 125 എന്ന് എഴുതായിരുന്നു. ഓക്കെ. 30% പിന്നെ കുറച്ചെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 70%. അപ്പൊ അതിന്റെ ഡിഫറൻസ് 22 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 22. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നേരെ 55% എന്ന് പറയുന്നത് 22 ആണ്. അത് ഇക്വേറ്റ് ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് 40%. ഞാൻ ഇത് സിംപ്ലിഫിക്കേഷൻ ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ എക്സാമിന് വരുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക. ഇത്ര സ്റ്റെപ്സ് ഒന്നും എഴുതാൻ നിൽക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക. ഓക്കെ. 55% ഓഫ് എക്സ് എന്ന് പറയുന്നത് 22 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. 40 ഓപ്ഷൻ എ. അടുത്ത നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? റാംസ് സാലറി ഈസ് ഇൻക്രീസ്ഡ് ഫ്രം ₹630 to ₹700. ഫൈൻഡ് ദി ഇൻക്രീസ് പെർസെന്റേജ്.
12 1/9%, 12 1/2%, 11 1/9%, 10 1/6%. എന്താ പറഞ്ഞേക്കുന്നത്? റാമിന്റെ സാലറി 630 രൂപയിൽ നിന്നും 700 രൂപയാക്കി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇൻക്രീസ് പെർസെന്റേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യുന്നത്? ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് പെർസെന്റേജ് ചോദിച്ചാൽ ഇൻക്രീസ് അല്ലെങ്കിൽ എത്രയാണോ കൂടിയേക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ കുറഞ്ഞേക്കുന്നത് അത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. ഡിനോമിനേറ്ററിൽ അതായത് താഴെ നമ്മൾ ആക്ച്വൽ നമ്പർ അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ എഴുതും ഇൻറ്റു 100. ഓക്കെ, ഇൻക്രീസ് ഓർ ഡിക്രീസ് പെർസെന്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ന്യൂമറേറ്ററിൽ എത്രയാണോ കൂടിയത് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, ഡിനോമിനേറ്ററിൽ എന്ത് വരും? ആക്ച്വൽ വാല്യൂ ഇൻറ്റു 100. അപ്പൊ ഇവിടുത്തെ കേസിൽ എത്ര വരും എന്ന് പറഞ്ഞേ? 630 രൂപയായിരുന്നു സാലറി, അത് 700 ആയി. അപ്പൊ എത്രയാണ് കൂടിയേക്കുന്നത്? ഇൻക്രീസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇൻക്രീസ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 630 700 ആയപ്പോൾ 70 ആണ് കൂടിയേക്കുന്നത്. 70 ആക്ച്വൽ വാല്യൂ എത്രയാ? 630 ആണ് ഇൻറ്റു 100. എന്ത് വരും? 00 പോയി ഇവിടെ 1ഉം 9ഉം വരും. അപ്പൊ 1/9 എന്ന് കിട്ടും. 1/9 ഇൻറ്റു 100. 1/9 എന്ന് പറയുന്ന ഫ്രാക്ഷൻ പെർസെന്റേജ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എത്രയാണ്? 11.11% ആണ് അല്ലെ? 11.11%. അപ്പൊ നമുക്ക് നേരെ അത് അറിയാവുന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ആൻസർ കിട്ടും. 11.11% എത്ര വരും? ഓപ്ഷൻ സി 11 1/9 എന്ന് കിട്ടും. ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്, രണ്ട് സെയിം തന്നെയാണ്. 11 1/9 11.11 സെയിം തന്നെയാണ്. ഒന്ന് ഫ്രാക്ഷനിൽ കിടക്കുന്നു, മറ്റേ ഡെസിമലിലാന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഇവിടെ നോക്കി, റാം എന്ന് പറയുന്ന ആളുടെ സാലറി 630 രൂപയിൽ നിന്ന് 700 ആയി. എത്രയാണ് ഇൻക്രീസ് പെർസെന്റേജ് എന്ന്? ഇൻക്രീസ് അല്ലെ ഡിക്രീസ് പെർസെന്റേജ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ന്യൂമറേറ്ററിൽ എത്രയാണോ കൂടിയത് അല്ലെങ്കിൽ എത്രയാണോ കുറഞ്ഞത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ആണ്. ഇവിടുത്തെ കേസിൽ 630 ന്ന് 700 ആയി. അപ്പൊ എത്രയാണ് ഇൻക്രീസ്? 70 ആണ് കൂടിയേക്കുന്നത്. ആക്ച്വൽ വാല്യൂ എത്ര? 630 ആണ്. 630 നല്ല കൂടിയേക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 70/630 ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11.11% എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ സി 11 1/9% എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5ാമത്തെ ക്വസ്റ്റ്യൻ. The salary of a person was reduced by 10%. By what percent should his reduced salary be raised so as to bring it at par with his original salary? 10%, 11 1/9%, 9 1/11%, 12 1/9%. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരാളുടെ സാലറി 10% കുറച്ചു. അത് തിരിച്ച് എത്ര ശതമാനം കൂട്ടിയാലാണ് പഴയ സാലറിയിലേക്ക് എത്തുന്നത്? എത്രയേ ഉള്ളൂ ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയാണ് നിൽക്കുന്നത്? 10%, 11 1/9%, 9 1/11%, 12 1/9%. ഒരാളുടെ സാലറി 10% കുറച്ചു, തിരിച്ച് പഴയ സാലറിയിലേക്ക് എത്താൻ എത്ര ശതമാനമാണ്? 10% ആണോ? മജോറിറ്റി ആൾക്കാരും വരുന്ന മിസ്റ്റേക്ക് ആണ്. എല്ലാവരും 10% കുറച്ചുകൊണ്ട് 10% തന്നെ എഴുതും. അത് തെറ്റാണ്. നമുക്ക് നോക്കാം. ആ ആളുടെ സാലറി 100 ആണെന്ന് അസ്യൂം ചെയ്യുക. സാലറി അയാളുടെ 100 ആണെന്ന് അസ്യൂം ചെയ്യുക. അയാളുടെ സാലറി 10% കുറഞ്ഞപ്പം ഇപ്പൊ എത്രയായി സാലറി? 100 രൂപയുടെ 10%, 10 രൂപ കുറഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 90 രൂപയായി അല്ലെ? 90 രൂപയായി. അപ്പം ഈ സാലറി തിരിച്ച് പഴയ സാലറി എത്താൻ, അതായത് 90 രൂപ എന്നുള്ളത് തിരിച്ച് 100-ലെത്താൻ എത്ര ശതമാനമാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? 10% ആണോ? അല്ല, 10% ആണെങ്കിൽ 90-ന്റെ 10% 99 എത്തുന്നുള്ളൂ, 100 എത്തുന്നില്ല. അതാണ് മിസ്റ്റേക്ക്. ബേസ് മാറി. തിരിച്ച് 100 എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കൂട്ടണ്ടേ? 10 ആണ് കൂട്ടണ്ടേ. എത്രയിൽ നിന്നാണ്? 90 നിന്നാണ് കൂട്ടേണ്ടത്. അപ്പൊ 10/90 ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? 1/9 തന്നെ കിട്ടും. അപ്പൊ എത്ര? 11.11% അല്ലെങ്കിൽ 11 1/9% എന്ന് കിട്ടും. 11 1/9% കിട്ടും. ഓപ്ഷൻ ബി 11 1/9% എന്ന് കിട്ടും. മനസ്സിലായത്? ഒരാളുടെ സാലറി 10% കുറച്ചു, തിരിച്ച് എത്ര കൂട്ടിയാലാണ് പഴയ പോലെ എത്തുന്നത്? 10 അല്ല ഒരിക്കലും. അത് 100 എന്നുള്ളത് അസ്യൂം ചെയ്യുക. 10% കുറച്ചപ്പോൾ 90 ആയി. 90 തിരിച്ച് 100 എത്താൻ എത്രയാണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചാൽ എത്രയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? 11 1/9% എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 6ാമത്തെ ക്വസ്റ്റ്യൻ. In an election of two candidates, the candidate who gets 41% is rejected by a majority of 2,412 votes. Find the number of votes polled. 12,500, 14,560, 10,500, 13,400. ഒരു ഇലക്ഷൻ നടക്കുകയാണ്. 2 പേരേ ഉള്ളൂ. ഓക്കെ, 41% വോട്ട് കിട്ടിയ ആൾ എന്തായാലും എന്താണ്? തോറ്റുപോകും. ഓക്കെ, 2 പേരല്ലേ ഉള്ളൂ. മജോറിറ്റി എന്ന് പറയുന്നത് 2412 വോട്ടാണ് തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 41% കിട്ടിയ ആള് തോറ്റുപോയി, അത് ഉറപ്പാണ്. 41% കിട്ടിയ ആള് ലൂസറിനാണ് 41% കിട്ടുന്നത്. അപ്പൊ വിന്നറിന് എത്രയായിരിക്കും കിട്ടുന്നത്? വിന്നറിന് എത്രയായിരിക്കും? 59% അല്ലേ? എങ്ങനെ 59% വന്നേ? ടോട്ടൽ എന്തായാലും 100% അല്ലേ? 41% തോറ്റ ആൾക്ക് കിട്ടിയെങ്കിൽ ജയിച്ച ആൾക്ക് എത്രയാണ്? 100 - 41 59% എന്ന് കിട്ടി.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എക്സ് ആണ് ടോട്ടൽ വോട്ട്സ് എങ്കിൽ, ടോട്ടൽ വോട്ട്സ് എക്സ് ആണെന്നുണ്ടെങ്കിൽ 41% അതിന്റെ ലൂസറിനും കിട്ടി, 59% ആർക്കും കിട്ടി, വിന്നറിനും കിട്ടി. ഈ മജോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് മജോറിറ്റി എന്നാണ്. മജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മജോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്നുള്ളതാണ്. അപ്പൊ ആ മജോറിറ്റി ആണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവരുടെ ഡിഫറൻസ് ആണ്. അപ്പൊ 59% ഓഫ് എക്സ് ടോട്ടൽ വോട്ട്സ് ആണ് വിന്നറിന് കിട്ടിയത്, മൈനസ് 41% ഓഫ് എക്സ് ആണ് ലൂസറിന് കിട്ടി. ഇതെന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? രണ്ടുപേരെയും ഡിഫറൻസ് 2412. അതായത് മജോറിറ്റി 2412 തന്നിട്ടുണ്ട്. അതായത് 18% ഓഫ് എക്സ് എന്ന് പറയുന്നത്, ടോട്ടൽ വോട്ടിന്റെ 18% എന്ന് പറയുന്നതാണ് എന്ത്? ഈ മജോറിറ്റി എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്താൽ മതി. എക്സ് എന്ന് പറയുന്നത് 2412 ഇൻറ്റു 100/18 എന്ന് കിട്ടും. ഇത് 134 എന്ന് വരും. 13400. 13,400 എന്ന് കിട്ടും. 13,400 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഇത് ഒന്നുകൂടെ പറയത്, 41% കിട്ടിയ ആള് തോറ്റു, മജോറിറ്റി 2412 തന്നിട്ടുണ്ട്. ഇത് രണ്ട് ഡേറ്റ് തന്നിട്ടുള്ളൂ. ടോട്ടൽ വോട്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 41% തോറ്റ ആൾക്ക് കിട്ടിയെങ്കിൽ ബാക്കി 59% ആയിരിക്കും ആർക്ക്? വിന്നറിന് കിട്ടിയേക്കുന്നത്. മജോറിറ്റി എന്ന് പറയുന്നത് എന്താ? ഇവര് നമ്മൾ ഡിഫറൻസ് ആണ്. അപ്പൊ 18% മജോറിറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ സിംപ്ലിഫിക്കേഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് 2412 ഇൻറ്റു 100/18 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? 13,400 എന്ന് കിട്ടും. 13,400 ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. 1 liter of water is evaporated from a 6 liter solution containing 4% sugar. The percentage of sugar in the remaining solution is 3 1/3%, 4%, 4 4/5%, 5%. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 1 ലിറ്റർ വെള്ളം ഇവാപറേറ്റ് ആയിപ്പോയി 6 ലിറ്റർ സൊല്യൂഷനിൽ നിന്ന്. അതിനകത്ത് 4% ഷുഗർ ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് ഷുഗർ ഇൻ ദ റിമൈനിങ് സൊല്യൂഷൻ, ബാക്കിയുള്ളതിനകത്ത് എത്ര ശതമാനമാണ് ഷുഗർ ആണ്? ഒരു 6 ലിറ്റർ ഷുഗർ സൊല്യൂഷൻ ഉണ്ട്. ഒരു 6 ലിറ്ററിന്റെ ഷുഗർ സൊല്യൂഷൻ ആണ്. അതിനകത്ത് 4% ഷുഗർ ഉള്ളത്. അതിന് 1 ലിറ്റർ വെള്ളം മാത്രം ഇവാപറേറ്റ് ആയിപ്പോയി. അതിനകത്ത് 1 ലിറ്റർ വെള്ളം മാത്രം ഇവാപറേറ്റ് ആയിപ്പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് ഷുഗർ ഇൻ ദ റിമൈനിങ് സൊല്യൂഷൻ, ബാക്കി സൊല്യൂഷനിൽ എത്ര ശതമാനം ഷുഗർ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആക്ച്വലി എത്ര ഷുഗർ ഉണ്ട്? ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എത്രയാണ്? നമുക്കറിയാം 4% ഈ 6 ലിറ്ററിന്റെ ആണ് ആദ്യമുള്ളത്. അതിന്റെ 4% നമുക്ക് എന്തുള്ളത്? ഷുഗർ ഉള്ളത്. 4/100 ഇൻറ്റു ഇത് 0.24 എന്ന് കിട്ടും. 0.24 ഇതാണ് നമുക്ക് ഷുഗർ. ഷുഗറിന്റെ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഷുഗറിന്റെ ക്വാണ്ടിറ്റി ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. ഇനി വെള്ളം മാത്രമാണ് ഇവാപറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ 6 ലിറ്റർ സൊല്യൂഷൻ എന്നുള്ള സാധനം ഇപ്പൊ എത്രയായി? 5 ലിറ്റർ ആയി. അപ്പൊ അതാണ് അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. റിക്വയർഡ് പെർസെന്റേജ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? റിക്വയർഡ് പെർസെന്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഷുഗറിന്റെ ക്വാണ്ടിറ്റി ആണ്. ഷുഗറിന്റെ ക്വാണ്ടിറ്റി 0.24 തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെങ്കിൽ 6 ലിറ്റർ എന്നുള്ളത് എന്തായി? 5 ലിറ്റർ ആയി. അപ്പൊ 0.24/5 ഇൻറ്റു 100 എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നോണ്ട് 4.8% എന്ന് കിട്ടി. ഫ്രാക്ഷൻ ആക്കാനായിട്ട് 4/5%. ഓപ്ഷൻ ഏത് വന്നു? ഓപ്ഷൻ സി 4/5% വന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. 6 ലിറ്റർ ആണ് ഷുഗർ സൊല്യൂഷൻ ഉള്ളത്. അതിൽ നിന്ന് 1 ലിറ്റർ പോയി, വെള്ളം മാത്രമാണ് പോയേക്കുന്നത്. ഓക്കെ, അതായത് 4% ഷുഗറും ഉണ്ട്. അപ്പം ഷുഗറിന്റെ ക്വാണ്ടിറ്റി ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഷുഗറിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ച് 4% 6 0.24 എന്ന് കിട്ടി. അതൊരിക്കലും നമുക്ക് ചേഞ്ച് ആവുന്നില്ല. അപ്പം ഇപ്പോഴത്തെ ഷുഗറിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. ഷുഗറിന്റെ ക്വാണ്ടിറ്റി 0.24 തന്നെയാണ്. ലിറ്റർ 6 എത്രയായി? 5. 1 ലിറ്റർ വെള്ളം അങ്ങ് പോയി. അപ്പം 0.24/5 ഇൻറ്റു 100 എന്ന് കിട്ടി. 4.8% എന്ന് കിട്ടും. 4.8%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. 45% ഓഫ് 300 പ്ലസ് റൂട്ട് ഓഫ് എക്സ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽസ് 56% ഓഫ് 750 മൈനസ് 10% ഓഫ് 45% of 300 plus root of x equals 56% of 750 minus 10% of 250. എങ്ങനെ ചെയ്യും നമ്മളത്? ജസ്റ്റ് ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. 45% ഓഫ് 300, 45/100 ഇൻറ്റു 300 വരും. 45 ഇൻറ്റു 3 ആയിരുന്നു. അപ്പൊ എത്ര വരും? 135 എന്ന് വരും. അപ്പൊ ഇത്രയും സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട. 45% ഓഫ് 300 എന്ന് പറയുമ്പോൾ 100 പോകും. 45 ഇൻറ്റു 3 135. ഡയറക്റ്റ് അങ്ങനെ വേണം എഴുതാൻ. ഇവിടെ ഇങ്ങനെ കാണിച്ചേക്കാണ്. root x equal to 56% of 750, 56/100 into 750 minus 10% of 250. 10% കണ്ടുപിടിക്കാൻ എളുപ്പമായി പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഇട്ടാൽ മതി. മൈനസ് 25 എന്ന് കിട്ടും. ഇവിടെ എന്ത് വരും? ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. 0 0 പോയി 5 വെച്ച് കട്ട് ചെയ്യാൻ 2
15 2 ബൈ 28 into 15 എന്ന് കിട്ടി. 28 into 15 എത്ര വരും? 420 എന്ന് വരും. ഇതെന്തായി? 135 plus root x equals 420 minus 25. റൂട്ട് എക്സ് എന്ന് പറയുന്നത് 420 minus 25 395. 395 minus 135 260 എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് 260 സ്ക്വയർ, അതായത് 67600 എന്ന് കിട്ടും. 67,600 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഡി 67,600 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യുക. ഇത്ര സ്റ്റെപ്പായിട്ടും ചെയ്യേണ്ട. ഇവിടെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേക്കുന്നത്. 45% 300 ഉണ്ട്. അപ്പൊ 45 into 3 135 പ്ലസ് റൂട്ട് എക്സ് ഈക്വൽസ് 56% മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുള്ള. സിംപ്ലിഫൈ ചെയ്യുന്നതാണ് 420 എന്ന് കിട്ടും. 420 മൈനസ് 10% പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഒരു ഡെസിമൽ ഇട്ടാൽ 25. ഇപ്പൊ പെട്ടെന്ന് തന്നെ അത് 67600 നമുക്ക് കിട്ടും. ഓക്കെ, 56% നമുക്ക് 56/100 into 750 എന്ന് എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. 56% of 750 എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 50% of 750 ആദ്യം കണ്ടുപിടിക്കുക. 50% എത്ര? പകുതി 375. 5% എത്ര ആയിരിക്കും? 5% 750. 50% 375. 5% എന്ന് പറയുന്നത് എത്ര? 50ന്റെ by 10 അല്ലേ? അപ്പൊ ഇതിന്റെ by 10 ചെയ്താൽ മതി. അപ്പൊ എത്ര? 37. 1% എത്ര വരും? 1%. 10% ഒരു ഡെസിമൽ ആണെങ്കിൽ 1% 2 ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം 7 എന്ന് വരും. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട്. 375 37 7 കൂടെ കൂട്ടുന്ന നമുക്ക് എന്ത് കിട്ടും? 420 എന്ന് കിട്ടും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. പക്ഷെ പെട്ടെന്ന് 50% 375, 5% 37, 1% 7, 420. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കൂട്ടി 420 എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പെർസെന്റേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 56/100 into 750 തന്നെ സോൾവ് ചെയ്യാം. നമുക്ക് 420 എന്ന് കിട്ടും. നമുക്ക് ഇതിന്റെ ആൻസർ 67,600 എന്ന് കിട്ടും. 67,600. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ. ഡ്യൂ ടു ഫോൾ ഇൻ മാൻ പവർ the production in a factory decreases by 25%. By what percent should the working hour be increased to restore the original production? 34 1/2%, 28 1/3%, 33 1/3%, 35 1/3%. ക്വസ്റ്റ്യൻ മനസ്സിലായോ? കുറച്ച് ആൾക്കാരുടെ ഷോർട്ടേജ് സംഭവിച്ചു. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫാക്ടറിയാണ്. അപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ കുറഞ്ഞു, 25% കുറഞ്ഞു. കുറച്ച് ആൾക്കാർ പോയപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കുറഞ്ഞു. സ്വാഭാവികമായിട്ട് അത് കുറയും. ഉള്ള ആൾക്കാരുടെ ടൈം, വർക്കിംഗ് ടൈം എത്ര കൂട്ടിയാലാണ് ആ പ്രൊഡക്ഷൻ പഴയ പോലെ എത്തിക്കുന്നത്? പ്രൊഡക്ഷൻ ഒരിക്കലും അവർക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രൊഡക്ഷൻ അത്ര തന്നെ വേണം. അപ്പോൾ ഉള്ള ആൾക്കാരുടെ ടൈം കൂട്ടാന്നുള്ളതേ ഉള്ള അവരുടെ സൊല്യൂഷൻ. അപ്പോൾ എത്ര ടൈം കൂട്ടണം? അത് പ്രൊഡക്ഷൻ പഴയ രീതിയിൽ എത്താനെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ? മാൻ പവർ ഇൻറ്റു അവരുടെ ടൈം അല്ലേ? എത്ര ആൾക്കാരുണ്ട് ഇൻറ്റു അവരുടെ ടൈമാണ് ഇത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാൻ പവർ കുറഞ്ഞു, അപ്പൊ ടൈം എത്രയാണ് കൂട്ടേണ്ടത് പ്രൊഡക്ഷൻ സെയിം ആക്കാൻ? അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പം R = P × Q എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരുന്നത്. P കൂടി Q എത്ര കുറയ്ക്കണം, അല്ലെ P കുറഞ്ഞു Q എത്ര കൂട്ടണം, ഇങ്ങനത്തെ ഫോർമാറ്റിൽ കുറെ വരും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില ഇത്ര ശതമാനം കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൺസപ്ഷൻ എത്ര കൂട്ടണം, എക്സ്പെൻഡിച്ചർ സെയിം ആക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രൈസ് കൂടി, ഒരു സാധനത്തിന്റെ വില നന്നായിട്ടും കൂടി, അപ്പൊ കൺസപ്ഷൻ എത്ര കുറയ്ക്കണം അവരുടെ എക്സ്പെൻസ് സെയിം ആക്കാൻ. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം വരുന്നതാണ്. അപ്പം ആ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ R = P × Q എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പൊ P കൂടി Q എത്ര കുറയ്ക്കണം, അല്ലെങ്കിൽ P എത്ര കുറഞ്ഞു Q എത്ര കൂട്ടണം, അപ്പൊ അങ്ങനത്തെ ടൈപ്പ്. അപ്പൊ ഇവിടെ നോക്കുക, ശരിക്കും സംഭവിച്ചേക്കുന്നത് മാൻ പവർ 25%, മാൻ പവർ കുറഞ്ഞ ഉടനെ പ്രൊഡക്ഷൻ 25% കുറഞ്ഞു. സപ്പോസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 100 ആണെന്ന് വിചാരിക്കുക. പ്രൊഡക്ഷൻ 100 ആയിരുന്നു, മാൻ പവർ കുറഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ എത്ര 25% കുറഞ്ഞേക്കുന്നത്, പ്രൊഡക്ഷൻ 75 മാൻ പവർ കുറഞ്ഞപ്പം 25% പ്രൊഡക്ഷൻ കുറഞ്ഞ് 75. ഈ പ്രൊഡക്ഷൻ തിരിച്ച് പഴയ 100 എത്തിക്കാൻ എത്രയാണ് വർക്കിംഗ് ടൈം കൊടുക്കുന്നത്? അപ്പൊ ഈ 75 തിരിച്ച് എത്ര എത്തിക്കാൻ 100 എത്തണം നോക്കിയാൽ മതി. അപ്പൊ എത്രയാണ് 75 100 എത്തിക്കാൻ 25 കൂട്ടണം, ഡിവൈഡഡ് ബൈ ബേസ് എത്രയാ 75 ആണ്, ഇൻറ്റു 100. 25/75 1/3 ആണ്. 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എത്രയാ 33.33%, അല്ലെങ്കിൽ 33 1/3% എന്ന് കിട്ടും. ഓപ്ഷൻ സി 33 1/3% എന്ന് കിട്ടും. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റിനകത്ത് എല്ലാം നമ്മൾ നേരെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ 100 ആയിട്ട് എടുക്കുക. പ്രൊഡക്ഷൻ 100 ആണെന്ന് വിചാരിക്കുക, 25% കുറഞ്ഞപ്പം 75. തിരിച്ചത് പഴയ പോലെ 100 എത്തിക്കാൻ എത്ര വേണം? 25 ആണ് കൂട്ടേണ്ടത്. എത്രയിൽ നിന്നാണ്? 75 ഇൻറ്റു 100. 25 ഇതും 1/3 ആണ്. 1/3 എന്ന് പറയുന്നത് 33.33%, അല്ലെങ്കിൽ 33 1/3% നമുക്ക് എഴുതാം. ഓക്കെ, ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് റേറ്റ് പെർസെന്റ് is 6 പൈസ് ഓഫ് ₹1? 5%, 6%, 4%, 2%. വാട്ട് റേറ്റ് പെർസെന്റ് is 6 പൈസ് ഓഫ് ₹1? 6 പൈസ എന്ന് പറയുന്നത് ഒരു രൂപയുടെ എത്ര ശതമാനമാണ്? 6 പൈസ എന്ന് പറയുന്നത് ഒരു രൂപയുടെ എത്ര ശതമാനമാണ്? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മൾ എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി, എക്സ്പ്രസ് എ ആസ് എ പെർസെന്റേജ് ഓഫ് ബി, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. 6 പൈസ എന്ന് പറയുന്നത് ഒരു രൂപയുടെ എത്ര ശതമാനമാണ്? അപ്പൊ നമുക്ക് A/B × 100 തന്നെ യൂസ് ചെയ്യാം. പക്ഷെ അടുത്ത പ്രശ്നം എന്താ? ഒന്ന് 6 പൈസയും മറ്റേ 1 രൂപയാണ്. രണ്ടും 2 യൂണിറ്റ് ആണ്. അപ്പൊ രണ്ടും സെയിം യൂണിറ്റ് ആക്കുക. അപ്പം 6/1 റുപ്പി അല്ല 100 പൈസ എന്നാക്കുക ഇൻറ്റു 100. അപ്പൊ എത്ര കിട്ടും? 6%. ഈസി ക്വസ്റ്റൻ. A/B × 100. ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ഏതാ? ₹1 ആണ്. അപ്പൊ 1 നമുക്ക് ഡിനോമിനേറ്ററിൽ എഴുതാം. അപ്പൊ ഇത് നമ്മൾ പൈസയിലാക്കിയേക്കുന്നതാണ്. ഓക്കെ, പൈസയിലാക്കുക. നമ്മൾ ഒന്ന് മേളത്തെ പൈസ ആണെങ്കിൽ താഴെ പൈസ ആയിരിക്കണം, മേളത്തെ റുപ്പീസ് ആണെങ്കിൽ താഴത്തെ റുപ്പീസ് ആയിരിക്കണം. എപ്പോഴും സെയിം യൂണിറ്റ് ആയിരിക്കണം, അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1.14 expressed as a percentage of 1.9 is 6%, 10%, 60%, 90%. അപ്പം 1.14 expressed as a percentage of 1.9. അപ്പം 1.14 ന്യൂമറേറ്ററിലും വരും, ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ഇവിടെ വരും, ഡിനോമിനേറ്ററിലും വരും. അപ്പൊ A/B × 100 എന്ന് വരും. അപ്പൊ ഇതെന്ത് വരും? 114/190 ഡെസിമൽ മാറ്റി ഇൻറ്റു 100. 0 0 പോയി 19 × 6 ആണ് വരുന്നത് 114. അപ്പൊ 60% കിട്ടണം. 60%. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലത്തിലെല്ലാം നമ്മൾ നോക്കേണ്ടത് എന്താ? ഓഫ് കഴിഞ്ഞ് വരുന്നിട്ട് ഡിനോമിനേറ്ററിൽ എഴുതുക A/B × 100%. ശ്രദ്ധിക്കേണ്ടത് രണ്ടും സെയിം യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇതിന് ആൻസർ ഓപ്ഷൻ സി 60% എന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് A/B × 100 പോലും ചെയ്യേണ്ടായിരുന്നു. അതായത് 1.14 എന്ന് പറയുന്നത് 1.9 എത്ര ശതമാനമാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻസ് നോക്കി. 6%, 10%, 60%, 90%. 1.9 ജസ്റ്റ് 6% ഉള്ളൂ 1.14 എന്ന് പറയുന്നത്. അല്ല, 1.9 പകുതിക്ക് മേലെ ഉണ്ട്. അപ്പൊ 6%, 10% അല്ല, 90% വരത്തില്ല. കാര്യം അത്രയും ക്ലോസിലും അല്ല വന്നേക്കുന്നത് 1.9. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്? ആകെ ഓപ്ഷൻ തന്നെ ഇത്രയും വൈഡ് റേഞ്ച് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 60%. ഡയറക്ട്ലി നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? 60% നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 12th ക്വസ്റ്റ്യൻ. 10% of 20 plus 20% of 10 equals 10% of 20, 20% of 10, 1% of 200, 2% of 200. ക്വസ്റ്റ്യൻ എന്താ? 10% of 20 plus 20% of 10 എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതാണ്? 10% of 20 plus 20% of 10 ഒരിക്കലും എന്താണ്? 10% of 20 വരത്തില്ല, 20% of 10 വരത്തില്ല. നമുക്ക് നോക്കാം. 10%, 20ന്റെ 10% എത്ര? ഒരു ഡെസിമൽ ഇട്ടാൽ മതി, നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 10% of 22 ആണെങ്കിൽ 20% of 10 എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. എങ്ങനെയാ? X% of y എന്ന് പറയുന്നത് Y% of X ആണ്. ഓക്കെ, അപ്പം ഇതും 2 തന്നെ വരും. അപ്പൊ നമുക്ക് 4 ആണ് ആൻസർ വരേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും അല്ലാന്ന് അറിയാം. അടുത്ത സി 1% of 200. 1% of 200. അപ്പൊ 2 ഡെസിമൽ ഇട്ട് കൊടുക്കുന്നത് 2 എന്നേ വരുന്നുള്ളൂ. അടുത്ത 2% of 200. 2% of 200 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 എന്ന് തന്നെ വരും. നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അപ്പം 4ഉം 4ഉം കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി 2% of 200 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 2% of 200. ഇത് നമുക്ക് നോക്കിയേ. X% of y പ്ലസ് Y% of x എന്നല്ലായിരുന്നു നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. X% of y പ്ലസ് Y% of x. X% of y എന്ന് പറഞ്ഞാൽ എന്താ? x/100 into y. Y% of x എന്ന് പറയുന്നത് y/100 into x. രണ്ടും സെയിം തന്നെയാണ്, നമുക്കറിയാം. എന്താണ്? xy/100 ആണ്. xy/100 പ്ലസ് yx/100 ഉം xy/100 സെയിം തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 2/100 into xy എന്ന് കിട്ടും. അതായത് 2% of xy എന്ന് കിട്ടും. ഇത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. X% of y പ്ലസ് Y% of x എന്ന് പറയുന്നത് 2% of xy ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചു. X% of y പ്ലസ് Y% of x എന്ന് പറയുന്നത് 2% of xy ആണ്. അപ്പം 10% of 20 പ്ലസ് 20% of 10 എന്ന് പറയുന്നത് 2% of 200 ആയിരിക്കും. 2% of 200 ഡയറക്ട്ലി നമുക്ക് എഴുതാം. ഓപ്ഷൻ ഡി 2% of 200. നമുക്കറിയാം X% of y എന്ന് പറയുന്നത് Y% of x ആണ്. അതേപോലെ തന്നെ X% of y പ്ലസ് Y% of x എന്ന് പറയുന്നത് 2% of xy ആയിരിക്കും. 2% of xy. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 13ാമത്തെ ക്വസ്റ്റ്യൻ. An interval of 3 hours 40 minutes is wrongly estimated as 3 hours 45.5 minutes. Error percentage is 2.5, 5, 5.2, 5.5%. അപ്പം ഒരു ടൈം 3 hours 40 minutes എന്നുള്ളത് ഇപ്പൊ എഴുതിയേക്കുന്നത് എത്രയാ? 3 hours 45.5 minutes എന്ന് എഴുതിയേക്കുന്നത്. എറർ പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എറർ പെർസെന്റേജ് ഇവിടെ ഉണ്ടായിരിക്കുന്ന എറർ എത്രയാ?
3 അവർ 40 മിനിറ്റ് എന്നുള്ളത് 3 അവർ 45.5 മിനിറ്റ് എന്നായി. ഇപ്പം 5.5 മിനിറ്റ് ആണ് ഇവിടുത്തെ എറർ എന്ന് പറയുന്നത്. എറർ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എറർ ബൈ ആക്ച്വൽ വാല്യൂ ഇൻറ്റു 100 ആണ്. അപ്പം എറർ നമുക്കറിയാം 5.5 ആണ്. ആക്ച്വൽ വാല്യൂ എത്രയായിരുന്നു? 3 hours 40 minutes ആണ്. അപ്പം എല്ലാം സെയിം യൂണിറ്റ്. ഇപ്പൊ ഇത് 5.5 മിനിറ്റ്സ് ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ എന്താണ്? സെയിം മിനിറ്റ്സ് തന്നെ ആക്കണം. അപ്പൊ 3 hours 40 minutes എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 220 minutes എന്ന് എഴുതിക്കൂടെ? 3 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ് ആണ്. അപ്പൊ 3 മണിക്കൂർ എന്ന് പറയുന്നത് 180 മിനിറ്റ് ആകും. പ്ലസ് 40 220 മിനിറ്റ്സ്. അപ്പൊ രണ്ട് സെയിം മിനിറ്റ് എഴുതണം ഇൻറ്റു 100. സിംപ്ലിഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആൻസർ കിട്ടും. എറർ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എറർ എത്രയാണ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ ഇൻറ്റു 100. എറർ ഇവിടെ എത്രയായിരുന്നു? 3 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ളത് 3 മണിക്കൂർ 45.5 മിനിറ്റ് എന്നായി. അപ്പൊ 5.5 മിനിറ്റ് ആണ് ഇവിടുത്തെ എറർ. 5.5 മിനിറ്റ്. എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി ഡിനോമിനേറ്ററിൽ ആക്ച്വൽ വാല്യൂ 3 hours 40 minutes. നമുക്ക് അങ്ങനെ 3 hour 40 minute എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് മിനിറ്റിലാക്കി നമ്മൾ എഴുതി 220 ഇൻറ്റു 100. എന്ത് വരും? 550/220. 5/2 എന്ന് വരും. 11 വെച്ച് കട്ട് ചെയ്യുന്നതാണ്. അതായത് 2.5% എന്ന് കിട്ടും. 2.5%. ഓപ്ഷൻ എ 2.5% എന്ന് കിട്ടും. 2.5%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 14th question. Two numbers are respectively 20% and 50% more than third. What percent is the first of the second? 20%, 25%, 80%, 75%. രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അത് 20%, 50% കൂടുതലാണ് വേറൊരു നമ്പറുമായിട്ട്, തേർഡ് നമ്പറുമായിട്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെന്റ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദ സെക്കൻഡ്? ഓക്കെ, ഇതൊക്കെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതിനാണ് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞത് എ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് ബി, എക്സ്പ്രസ് എ ആസ് എ പെർസെന്റ് ഓഫ് ബി. ഇങ്ങനെ വരുന്നത് ഓഫ് കഴിഞ്ഞ് വരുന്നിട്ട് ഡിനോമിനേറ്ററിലാണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് എന്തറിയാം? വാട്ട് പെർസെന്റ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഓഫ് കഴിഞ്ഞ് വരുന്ന ഏതാ? സെക്കൻഡ് നമ്പർ ആണ്. അപ്പൊ സെക്കൻഡ് നമ്പർ വേണം ഡിനോമിനേറ്ററിൽ എഴുതാൻ, ഫസ്റ്റ് നമ്പർ ന്യൂമറേറ്ററിൽ. അപ്പം അത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഓഫ് കഴിഞ്ഞ് വരുന്നിട്ട് ഡിനോമിനേറ്ററിൽ എഴുതാന്നുള്ളത്. ഓക്കെ, ഇനി ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം? രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്പർ 20% കൂടുതലാണ് തേർഡ് നമ്പറുമായിട്ട്. അടുത്ത നമ്പറോ 50% കൂടുതലാണ് തേർഡ് നമ്പറുമായിട്ട്. അപ്പൊ നമ്മളെല്ലാം തേർഡ് നമ്പർ വെച്ചിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. തേർഡ് നമ്പർ വെച്ചിട്ടാണ് ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. അപ്പൊ തേർഡ് നമ്പറിനെ നമ്മൾ എത്രയായിട്ട് അസ്യൂം ചെയ്യും? തേർഡ് നമ്പറിനെ നമ്മൾ 100 അസ്യൂം ചെയ്യും. നമ്മൾ പെർസെന്റേജിന്റെ ക്വസ്റ്റിനകത്തെല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കാണും 100 എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാര്യം എന്താ? പെർസെന്റ് എന്ന് പറയുന്നത് 100% എന്ന് പറയുന്നതാണല്ലോ ഫുൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ 100 വെച്ചിട്ടാണ് നമ്മൾ ഫുൾ എടുക്കുന്നത്. പെർ 100 എന്ന് പറയുന്നതാണല്ലോ പെർസെന്റ് എന്ന് പറയുന്നത്. പെർസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പെർ 100 എന്നുള്ളത്. അപ്പൊ നമ്മൾ 100 വെച്ചിട്ടാണ് ഫുൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ. അപ്പൊ തേർഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 100 ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ എത്ര വരും? നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 20% കൂടുതലാണ്. 20% കൂടിയാൽ എത്രയാണ്? 100ന്റെ 20% കൂടി. അപ്പൊ എത്രയായി? 120 എന്ന് കിട്ടും. സെക്കൻഡ് നമ്പറോ 50% കൂടിയേക്കുന്നത്. അപ്പൊ 100ന്റെ 50% കൂടി കഴിഞ്ഞാൽ എത്രയായി? 150 ആയി. ഇനിയാണ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് പെർസെന്റേജ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദ സെക്കൻഡ്? അപ്പം ഓഫ് കഴിഞ്ഞ് വരുന്നിട്ട് ഡിനോമിനേറ്റർ. അപ്പൊ സെക്കൻഡ് നമ്പർ ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ 120/150 ഇൻറ്റു 100 എന്ന് വരും. എന്ത് വരും? 4/5 എന്ന് വരും. 4/5. അപ്പൊ എത്ര വരും? ഇത് 80% കിട്ടും. 1/5 എന്ന് പറയുന്നത് 20 എന്നറിയാം. 4/5 എന്ന് പറയുന്നത് എത്രയാ? 80%. നമുക്ക് 80% എന്ന് കിട്ടും. ഓപ്ഷൻ സി 80% എന്ന് കിട്ടും. 80%. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. 15% of A is equal to 20% of B. Then 24% of A is equal to what percentage of B? 28, 32, 36, 40. 15% of A എന്ന് പറയുന്നത് 20% of B ആണ്. 15% of A എന്ന് പറയുന്നത് 20% of B ആണ്. അങ്ങനെയാണെങ്കിൽ 24% of A എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ഓഫ് സി ആണ്? ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15% എന്ന് പറയുന്നത് 20% ആണെങ്കിൽ 24% എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 24 ഇൻറ്റു 20 എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് 24 ഇൻറ്റു 20/15. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 ഇൻറ്റു 4 32% കിട്ടും. 32%. ഓപ്ഷൻ ബി 32% ഓഫ് ബി എന്ന് കിട്ടും. 15% ഓഫ് എ എന്ന് പറയുന്നത് 20% ഓഫ് ബി ആണെങ്കിൽ 24% ഓഫ് എ എന്ന് പറയുന്നത് എത്ര ശതമാനം അറിയാം? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 15 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 24 ഇൻറ്റു 20. ബാക്കി എല്ലാം കട്ടായി പോകോളൂ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് 32% എന്ന് കിട്ടും. 32%. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യന്റെ സെയിം ടൈപ്പ് തന്നെയാണ് 16.
Two numbers are respectively 30% and 40% less than a third number. What person is the second of the first? Two numbers are respectively 30% and 40% less than a third number. What person is the second of the first? നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നപ്പോൾ എല്ലാം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, തന്നെ ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ സൊല്യൂഷൻ നോക്കുക. ഓക്കെ, എന്നാലേ നിങ്ങൾ കൂടുതൽ മനസ്സിലാകത്തുള്ളൂ, പ്രാക്ടീസ് ചെയ്ത് സ്പീഡിലേക്ക് എത്താനും പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കഴിയുന്ന ഉടനെ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 16ാമത്തെ. Two numbers are respectively 30% and 40% less than a third number. What percent is the second of the first? 25 5/7, 60 5/2, 85 5/7, 72 1/7%. ഇപ്പോഴേ നമ്മൾ തേർഡ് നമ്പർ എന്നുള്ളത് നമ്മൾ അത് വെച്ചിട്ട് എല്ലാം പറഞ്ഞേക്കുന്നത്. അപ്പൊ തേർഡ് നമ്പറിനെ നമ്മൾ അസ്യൂം ചെയ്യും 100 ഫസ്റ്റ് നമ്പർ എത്രയാ? ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞത് ഫസ്റ്റ് നമ്പറിന് എന്താ പറഞ്ഞേക്കുന്നത്? 30% കുറവാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 30% കുറവാണെങ്കിൽ ഇതിന്റെ 30% കുറഞ്ഞാൽ ഇപ്പൊ എത്രയായി? 60 എന്ന് കിട്ടും. സെക്കൻഡ് നമ്പറോ 40% കുറവാണ്, അപ്പൊ എന്ത് വരും? 60 എന്ന് കിട്ടും. ഇനി വാട്ട് പെർസെന്റ് ഈസ് ദ സെക്കൻഡ് ഓഫ് ദ ഫസ്റ്റ്? അപ്പൊ ഓഫ് കഴിഞ്ഞ് വരുന്ന ടേമാണ് എന്ത്? ഡിനോമിനേറ്റർ വരുന്നത്. ഫസ്റ്റ് നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. 60/70 × 100 എന്ന് വരും. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷനേ വേണ്ട. ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ഏതാണോ അതായിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇവിടെ ഓഫ് കഴിഞ്ഞ് വന്നേക്കുന്നത് ഏതാ? ഫസ്റ്റ് നമ്പർ ആണ്. ഫസ്റ്റ് നമ്പർ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. അപ്പൊ 0 പോവും. 6/7 × 100 എന്ന് വരും. അപ്പൊ 1/7 നമുക്കറിയാം 14.28% ആണ്. അപ്പൊ 6/7 എന്ന് പറയുമ്പോൾ 84 കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു നമ്പറാണ്. അപ്പൊ അതിന്റെ അടുത്ത് വന്നേക്കുന്ന ഏതാ? 85 5/7 ആണ്. സിംപ്ലിഫൈ പോലും ചെയ്യേണ്ട. 85 5/7% ഡയറക്ട്ലി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ 600 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. 8 വരും, 56 40 വരും, ബാക്കി എന്തോന്ന് 5 ആണ്. അപ്പൊ 85 5/7 എന്ന് വരും. ഓക്കെ, ഈ കേസിൽ അത് സിംപ്ലിഫൈ ചെയ്യേണ്ട. എല്ലാം ക്ലോസ് റേഞ്ചിലല്ല ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻസ് നോക്കുക, എല്ലാം വൈഡ് റേഞ്ചിലാണ്. അപ്പൊ നമുക്ക് 1/7 14.28% ആണ്. അപ്പം 6/7 എന്ന് പറയുന്നത് 85ന്റെ അടുത്താണ്. അപ്പൊ 85 5/7 എന്ന് കിട്ടും. 85 5/7. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ. Reduction of 20% in the price of wheat enables a person to buy 3.5 kg more wheat for ₹770. The original price of wheat 44, 55, 60, 77. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 20% വില ഒരു സാധനത്തിന്റെ കുറഞ്ഞപ്പോൾ അയാൾക്ക് 3.5 കിലോയും കൂടെ കൂടുതൽ വാങ്ങിക്കാൻ പറ്റി 770 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ വീറ്റിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 44, 55, 60, 77. ഒരാൾ കടയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു സാധനത്തിന്റെ വില 20% കുറവുണ്ട് കിലോയ്ക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ 770 രൂപയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പൊ 770 രൂപയ്ക്ക് അയാൾക്ക് 3.5 കിലോയും കൂടെ കൂടുതൽ വാങ്ങിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഓഫർ ഒന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം 20% ഈ 770 രൂപയുടെ 70% എന്ന് പറയുന്നതല്ലേ ശരിക്കും 3.5 കിലോ സാധനത്തിന്റെ വില എന്ന് പറയുന്നത്. 3.5 കിലോ എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് 20% 770. അങ്ങനെയാണെങ്കിൽ 100%, അതായത് 770 രൂപയ്ക്ക് അയാൾക്ക് എത്ര കിലോ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കണ്ടുപിടിച്ച് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോൾവ് ചെയ്യുന്ന എത്ര കിട്ടും? 17.5 കിലോ എന്ന് കിട്ടും. 17.5 കിലോ. അപ്പം ഇപ്പൊ അയാൾക്ക് 770 രൂപയ്ക്ക് 17.5 കിലോ വീറ്റ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വൽ പ്രൈസിലായിരുന്നെങ്കിലോ 17.5 മൈനസ് 3.5. 3.5 എവിടുന്നാ വന്നേ? 3.5 കിലോ എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റിയെന്നാ പറഞ്ഞത്. അപ്പം വില സെയിം ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു? 14 കിലോ ആയിരുന്നു അയാൾക്ക് കിട്ടുന്നത്. ഒറിജിനൽ പ്രൈസ് എത്രയാ? ഒറിജിനൽ പ്രൈസ് പെർ കെ ജി, 1 കിലോയുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 770 രൂപയാണ് കയ്യിലുള്ളത്. 14 കിലോയാണ് വാങ്ങിക്കാൻ പറ്റിയത്. സിംപ്ലിഫൈ ചെയ്യുക. 7 വെച്ച് കട്ട് ചെയ്തു. 110/2 55 റുപ്പീസ് എന്ന് കിട്ടും. 1 കിലോയുടെ വില 55 രൂപയെന്ന് കിട്ടും. 55 രൂപ. ഓപ്ഷൻ ബി. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളിപ്പം കടയിലേക്ക് പോവുകയാണ്. കടയിലേക്ക് പോകുന്നുണ്ട്. ഒരു സാധനത്തിന്റെ വില, ഇവിടെ വീറ്റ് ആണ്, വീറ്റിന്റെ വില 20% കുറഞ്ഞു. അപ്പൊ കയ്യിൽ 770 രൂപയുണ്ട്. അപ്പം 20% കുറഞ്ഞപ്പോൾ അയാൾക്ക് 3.5 കിലോയും കൂടെ കൂടുതൽ വാങ്ങിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പ്രൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 770 രൂപയും കൊണ്ട് പോയി 3.5 കിലോ എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റി 20% കുറപ്പ്. 20% എന്ന് പറയുന്നതാണ് 3.5 കിലോയുടെ വില. അപ്പം 100% എന്ന് പറയുമ്പോൾ എത്ര കിലോ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് 17.5 കിലോ ആണ് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് 770 രൂപയ്ക്ക്. അപ്പം ആക്ച്വൽ പ്രൈസ് ആയിരുന്നെങ്കിൽ 14 കിലോ കിട്ടത്തുള്ളായിരുന്നു. 3.5 കിലോ എക്സ്ട്രാ ആണല്ലോ. അപ്പം 14 കിലോ ആയിരുന്നു കിട്ടുന്നത്. ആക്ച്വൽ പ്രൈസ് പെർ കെ ജി എന്ന് പറയുന്നത് 770/14 55 രൂപയെന്ന് കിട്ടും. 55 രൂപ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 18th ക്വസ്റ്റ്യൻ.
40% of 60% of 3/5 of a number is 504. What is 25% of 2/5 of that number? 175, 180, 350, 360. 40% of 60% of 3/5 of a number is 504. അങ്ങനെയാണെങ്കിൽ 25% of 2/5 of that number എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 40% എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര, 2/5 ആണ് ഫ്രാക്ഷൻ. 20% 1/5 ആണ്. 40% എന്ന് പറയുന്നത് 2/5 ആണ്. ഇൻറ്റു 3/5 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 504. അങ്ങനെയാണെങ്കിൽ എത്രയാണ് എക്സിന്റെ ആക്ച്വൽ നമ്പർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. 504 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ബൈ 2 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര വരും? 252, 84, 28 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്ക് 3500 എന്ന് കിട്ടും. അപ്പൊ ആക്ച്വൽ നമ്പർ നമ്മളുടെ ഇവിടെ 3500 എന്ന് കിട്ടും. നമുക്ക് അതല്ല ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതിന്റെ 25% ഓഫ് 2/5 ഓഫ് ദാറ്റ് നമ്പർ ഇത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 25% ഓഫ് 2/5 എന്ന് പറയുമ്പോൾ 5 ഇവിടെ കട്ടായിട്ട് 5 എന്ന് വരും. 5 ഇൻറ്റു 2 10% എന്ന് കിട്ടും. 10% ഓഫ് 3500 ആണ് നമ്മളിത് ചോദിച്ചേക്കുന്നത്. അത് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും എത്രയാണെന്ന്. പക്ഷെ ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഇട്ടാൽ എത്ര കിട്ടും? 350 എന്ന് കിട്ടും. ഓപ്ഷൻ സി 350 എന്ന് കിട്ടും. ഇത് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളായിരുന്നു. 40% 60% 3/5 ഓഫ് എ നമ്പർ ഇസ് 504 എന്നാണ്. അപ്പൊ ആ നമ്പർ കണ്ടുപിടിക്കണം ആദ്യം. ഇത് സിംപ്ലിഫൈ ചെയ്തു. 40% എന്ന് പറയുന്നത് 2/5 ആണെന്ന് നമുക്കറിയാം. 60% എന്ന് പറയുന്നത് 3/5 ആണെന്ന് അറിയാം. അത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ, അതായത് നമ്പറിന്റെ വാല്യൂ നമുക്ക് നമ്പർ 3500 എന്ന് കിട്ടും. 3500 എന്ന് കിട്ടും. അപ്പൊ അത് പിന്നെ 25% ഓഫ് 2/5 ഓഫ് ദ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. 25% ഓഫ് 2/5 ഓഫ് 3500. 25 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ തന്നെ 10 ആയിരുന്നു. അപ്പൊ 10% ഓഫ് 3500 ആയി വെച്ചേക്കും. ഡയറക്റ്റ്ലി നമുക്ക് എത്ര കിട്ടും? 350 എന്ന് കിട്ടും. 350 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 19th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ നമ്പർ ഫോർ വിച്ച് 30% ഓഫ് ദാറ്റ് നമ്പർ ഇസ് ലെസ് ദാൻ 100. 328, 326, 335, 333. Find the greatest possible number for which 30% of that number is less than 100. ഒരു നമ്പർ കണ്ടുപിടിക്കണം. അതിന്റെ 30% എന്ന് പറയുന്നത് ലെസ് ദാൻ 100 ആയിരിക്കണം. അങ്ങനെ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ 1 എന്ന് പറയുന്ന നമ്പർ, 1ന്റെ 30% എന്തായാലും 100 താഴെയാണ്. 10ന്റെ 30% എന്താണ്? 100 താഴെയാണ്. അങ്ങനെ പറ്റുന്ന ഏറ്റവും മാക്സിമം ഗ്രേറ്റസ്റ്റ് നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 30% ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 100 ആയിരിക്കണം. നമ്മൾ ഈക്വൽ ടു 100 വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. ഈക്വൽ ടു 100 വെച്ചിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 100 ഇൻറ്റു 100 ബൈ 30. അപ്പൊ എന്ത് കിട്ടും? 333.33 എന്ന് കിട്ടും. അങ്ങനെ അങ്ങനെ പോകും. അപ്പം ഈക്വൽ ടു 100 ആണെങ്കിൽ ഈ നമ്പർ ആണ് വരുന്നത്. അപ്പം ഗ്രേറ്റസ്റ്റ് പോസിബിൾ നമ്പർ എത്രയാ? ഡെസിമൽ കളഞ്ഞിട്ട് ബാക്കിയുള്ള എടുത്താൽ മതി. എത്രയാ? 333 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 333. 333ന്റെ 30% എടുക്കുമ്പോൾ 100 താഴെയാണ്. 334 എടുക്കുന്നുണ്ടെങ്കിൽ എന്താകും? 100 മേലെ വരും. അപ്പൊ ഗ്രേറ്റസ്റ്റ് പോസിബിൾ നമ്പർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 333 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. If the electricity bill is paid before due date, one gets a reduction of 4% on the amount of bill. By paying the bill before due date, a person got a reduction of rupees 13. The amount of electricity bill was 125, 225, 325, 425. The electricity bill is paid before due date. One gets a reduction of 4%. നമ്മൾ കറണ്ട് ഇയർ അടയ്ക്കാൻ പോവാം. അപ്പം ഡ്യൂ ഡേറ്റിന് മുന്നേ അടയ്ക്കുവാണെങ്കിൽ 4% ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ റിഡക്ഷൻ കിട്ടും. അങ്ങനെ ഡ്യൂ ഡേറ്റിന് മുന്നേ അടച്ച ഒരാൾ എന്നിട്ട് 13 രൂപയാണ് അയാൾക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയായിരുന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അയാൾ ഡ്യൂ ഡേറ്റിന് മുന്നേ അടച്ചു. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് എക്സ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അയാൾ ഡ്യൂ ഡേറ്റിന് മുന്നേ ആ ബില്ല് പേ ചെയ്തു. അപ്പൊ അയാൾക്ക് എത്ര ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിഡക്ഷൻ കിട്ടിയിരിക്കുന്നത്? 4%. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ 4% അയാൾക്ക് ഡിസ്കൗണ്ട് കിട്ടി. ശരിക്കും അയാൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 13 രൂപ. നേരെ ഇക്വേറ്റ് ചെയ്യാം. 4% ഓഫ് എക്സ് എന്ന് പറയുന്നത് 13. അപ്പൊ 13 ഇൻറ്റു 100 ബൈ 4 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 13 ഇൻറ്റു 25, 325 എന്ന് വരും. 325. ഇലക്ട്രിസിറ്റി ബില്ല് 325 രൂപയായിരുന്നു. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഒന്നുകൂടെ പറയത്, ഇലക്ട്രിസിറ്റി ബില്ല് ഡ്യൂ ഡേറ്റിന് മുന്നേ അടയ്ക്കുവാണെങ്കിൽ 4% ഡിസ്കൗണ്ട് കിട്ടുന്നത്. അങ്ങനെ അയാൾ ഇലക്ട്രിസിറ്റി ബില്ല് ഡ്യൂ ഡേറ്റിന് മുന്നേ അടച്ച് 13 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണ്? അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് എക്സ് റുപ്പീസ് ആണെങ്കിൽ
ഡിസ്കൗണ്ട് 4% കിട്ടുന്നത്. ആ ഡിസ്കൗണ്ട് 13 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 4% ഓഫ് എക്സ് എന്ന് പറയുന്നത് 13. സിംപ്ലിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ 325 രൂപയെന്ന് കിട്ടും. ഓപ്ഷൻ സി.